കലികാലശൂരൻ കലിതുള്ളിടുന്നേ മയിലേറി വന്നിടുമോ കുമാരാശങ്ക കുമാരാശങ്ക കൈലാസപാലാനപ്പഴത്തിൻ ഒരു തുമ്പു തന്നിടുമോ കുമാരാവേലവാ കുമാരാവേലവാ. നമസ്കാരം. ഓം സുബ്രഹ്മണ്യായ നമഃ. ഞാൻ പത്തനംതിട്ട ജില്ലയിലെ റാന്നി പെരുന്നാട് വയറൻമരുതി എന്ന സ്ഥലത്ത് ശ്രീ മുരുകസ്വാമി ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ക്ഷേത്രത്തെക്കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതോടൊപ്പം നമുക്ക് ഈ വീഡിയോയിൽ ഇവിടുത്തെ ഭക്തജനങ്ങളോട് തന്നെ ഇവിടുത്തെ കാര്യങ്ങളും അനുഭവങ്ങളും പ്രശ്നവിധികളും ഒക്കെ നമുക്ക് ചോദിച്ചറിയാം. ശരി, എത്ര ആളായി ഇവിടെ? ഞാനൊരു 36 വർഷമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. സ്വാമിക്ക് അനുഗ്രഹം കിട്ടിയ അടുത്ത കാലം തൊട്ട് ഞാനിങ്ങനെ വരുന്നുണ്ട്. എവിടെയാണ് വീട്? എവിടെയാണ്? ഞാൻ അന്ന് താമസിച്ചിട്ടുണ്ട് ഗുരുദാമണ്ണ, സിഗത്തോട് പഞ്ചായത്ത് ഗുരുദാമണ്ണ. അതൊരു 14 കിലോമീറ്റർ ഏറിയ വാഹനമൊന്നും ഇല്ലാത്ത ഒരു ഏരിയയാണ്. അവിടെ നിന്ന് ഞാൻ നടന്നറിഞ്ഞപ്പോൾ എനിക്ക് വരും. എനിക്ക് ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ടായിരുന്നു. സ്വന്തമായിട്ട് ജീവിത മാർഗങ്ങളൊന്നുമില്ല, ഭൂമിയില്ല. അങ്ങനെ ഉദാഹരണം ഇച്ചിരി ഭൂമി ഉണ്ടായിരുന്നു. അവിടെ താമസിച്ച് ജീവിതത്തിൻ്റെ ഗതികേടങ്ങേറ്റമായപ്പോഴാണ് ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ വന്നതിന് ശേഷം ഇവിടെ അവിടെ നിന്ന് ഭൂമിയുണ്ട്, ഉദാഹരണി മേടിക്കാൻ ആരുമില്ല. ഞാൻ കളഞ്ഞു വിളിച്ച് ഇവിടെ മാമ്പാർ വന്നു. സ്വന്തം സ്ഥലം ഇവിടെ വന്ന് വാടകയ്ക്കാണിത് 3.5 വർഷം താമസിച്ചു. അപ്പോൾ ആ കാലഘട്ടങ്ങളിലെല്ലാം ഓടി സ്വാമിയുടെ അടുത്ത് വരുമ്പോൾ നമ്മുടെ സങ്കടങ്ങളെല്ലാം പറയും. സ്വാമി പറയും ഒന്നും കുഴപ്പമില്ല, എല്ലാം നേരെ വന്നോളും, വിഷമിക്കണ്ട എന്ന് പറയും. അതിനായിട്ട് വന്നു. അപ്പോൾ അങ്ങനെ ഞാനിവിടെ വന്ന് എൻ്റെ ആ വിശ്വാസവും ഭക്തിയും ഇങ്ങനെ തുടർന്ന് കൊണ്ടുപോയി. അങ്ങനെ ഇത് സ്വാമി എന്നോട് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഒരു വ്യത്യാസവും ഇല്ല. അതെല്ലാം നടന്ന് ഞാൻ 25 സെൻറ്റ് ഭൂമി മേടിച്ച് അതിനകത്ത് വീട് വെച്ച്, പിന്നെ മോളെ കെട്ടിച്ച്, മകനെ വിവാഹം കഴിപ്പിച്ച്, അങ്ങനെ എല്ലാം ദൈവവും ഭഗവാന്റെ കടാക്ഷമുണ്ട്, എപ്പോഴും ഉണ്ട്. ഇവിടെ വന്ന് ഭഗവാന്റെ അനുഗ്രഹത്തിലാണ് ഇതൊക്കെ ഭഗവാന്റെ അനുഗ്രഹത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം സാധിച്ചത്. അങ്ങനെ നമ്മുടെ വെളിപ്പുറത്ത് ഭഗവാൻ എപ്പോഴും നമുക്കുണ്ട്, തുണയായിട്ടുണ്ട്. അത് നമുക്ക് എക്കാലവും ഇത് നിലനിൽക്കട്ടെ. ഭഗവാന്റെ ശക്തി എപ്പോഴും ഇവിടെ ഉണ്ട്. അത് കൂടി കൊണ്ട് നിൽക്കുക. നമുക്ക് നല്ല ഉറപ്പും വിശ്വാസമുണ്ട്. അങ്ങനെ എനിക്ക് ആകുന്നിടത്തോളം കാലം ഇങ്ങനെ തുടരെ വന്നുകൊണ്ടിരിക്കും. അല്ല, എനിക്ക് ഒരു ദോഷമില്ല, നല്ല അനുഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. എനിക്ക് പറയാൻ സുരസേനാനായകനെ വരമേവൂർ ശരവണനെ തിരുമുന്നിൽ വന്നൊരു കൈത്തിരി കത്തിയെരിഞ്ഞു വണങ്ങുന്നേ അറുമുഖനെ ബാലകനെ അറിവേഗണമാണ്ടവനെ. 15 വരുന്നു. എത്ര ആളായി വരുന്നു? ഇവിടെ 15 വർഷം കൊണ്ട് ഞാൻ ഇവിടെ വരുന്നുണ്ട്. അപ്പൊ എന്താണ് ഇവിടെ വന്നതിന് ശേഷമുള്ള ആ ഒരു? എൻ്റെ ചേട്ടന് ജോലി ഇല്ലാതെ ഇങ്ങനെ കഴിയുമായിരുന്നു. അങ്ങനെ ഒരാൾ പറഞ്ഞ് കേട്ടാണ് ഞങ്ങളിവിടെ വന്നത്. വന്നു കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് നല്ല ജോലിയായി. പിന്നെ മോളെ കെട്ടിക്കാനുള്ള അതെല്ലാം ഭഗവാൻ തന്നു. പിന്നെ വസ്തു ഇല്ലായിരുന്നു, വസ്തു മേടിച്ചു. ഭഗവാന്റെ അനുഗ്രഹത്താൽ ഇപ്പോൾ ഒരു വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നു. പകുതി മുക്കാലുമായി. എവിടെയാണ് ജോലി? ചേട്ടനന്ന് ദുബായിലാണ്. ആദ്യം പോകാനെ കൊണ്ടെല്ലാം റെഡി ആയതാണ്. ഇത് പിന്നെ ബോംബെ വരെ പോയതായിരുന്നു. പോട്ട് അതെല്ലാം ഇതായി നാട്ടിൽ വന്ന് പിന്നെ ഞങ്ങൾക്ക് വീടൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുമായിരുന്നു. അങ്ങനെ പറഞ്ഞു കേട്ടാണ് ഞങ്ങളിവിടെ വന്നത്. വന്ന് ഇപ്പം നല്ല അനുഭവമാണ്. എല്ലാം ഭഗവാൻ തരുന്നുണ്ട്, ഭംഗിയായി പോകുന്നുണ്ട്. എല്ലാ മാസവും മുടങ്ങാതെ ഞാൻ വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ അനുഗ്രഹത്തിൽ കയറാനാണോ ഇന്ന് വന്നത്? അതെ, അനുഗ്രഹത്തിൽ കയറാനാണ്. മാസാവസാനം അല്ലേ, അന്നേരം എല്ലാ മാസം മുടങ്ങാതെ വരുന്നതാണ്. എത്ര നാളായി ക്ഷേത്രത്തിലേക്ക് വരാൻ തുടങ്ങി? 36 വർഷമായി. 36 വർഷമായി. ശരി. അപ്പോൾ എന്താണ് ചേച്ചിക്ക് ഈ ക്ഷേത്രത്തിൽ വന്ന അനുഗ്രഹത്തിൽ ഉണ്ടായ അനുഭവങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് വിശദീകരിക്കാമോ നമുക്ക്? ഞാൻ ആദ്യകാലം വരുമ്പോൾ തൊട്ടേ ഉള്ള വിവരങ്ങളൊക്കെ എനിക്ക് നല്ല ഇതായിട്ട് ഭഗവാന്റെ അനുഗ്രഹത്തിൽ നിന്ന് നമുക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. ഭഗവാന്റെ ഒരുപാട് ലീലകൾ കാണാൻ എനിക്ക് അനുഭവം ഒരുപാട് പറ്റിയിട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ വരുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ഏറെയും അവർ പ്രശ്നങ്ങളുമായിട്ട് വരുന്നവരാണ് കൂടുതലുള്ളത്. അപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ നിന്ന് രക്ഷപ്പെടാനും അവർ പ്രശ്നങ്ങളുമായിട്ട് വരുന്നത് അത് അവരുടെ ആ ഒരു അനുഭവങ്ങളിൽ നിന്നുള്ള മാറ്റങ്ങളും ഒക്കെ കാണാൻ ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. അങ്ങനെ നമുക്കതുകൊണ്ട് ഭഗവാനിൽ വിശ്വാസം ഒരുപാട് ഉണ്ട്. നമ്മുടെ ജീവിതത്തിൽ അനുഭവമുണ്ട്. എനിക്ക് ഞങ്ങൾ കുട്ടികളില്ലാതിരിക്കുക 4-5 വർഷം ഭഗവാനോട് പ്രാർത്ഥിച്ച് 5 വർഷം നമ്മൾ മക്കള് ഇല്ലായിരുന്നു. അപ്പം ഭഗവാനോട് പ്രാർത്ഥിച്ചു. ഭഗവാന്റെ വരത്താലെ എനിക്ക് 3 മക്കളെ ഒന്നിച്ച് ഭഗവാൻ തന്നു. അപ്പം അവരെ വീട് വരെ എത്തിക്കാനുള്ള അതിനുള്ള
കാര്യങ്ങളെല്ലാം ഭഗവാൻ തന്ന് അവരെ എത്ര വരെ ആക്കി തന്നു. എത്ര വർഷമായി വരുന്നു ക്ഷേത്രത്തിലേക്ക്? 36 വർഷമായി. എൻ്റെ വിദ്യാഭ്യാസ കാലത്തൊട്ടേ വരുന്നതാണ്. അപ്പം അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പല ജീവിതത്തിലെ പല ഘട്ടങ്ങൾ തരണം ചെയ്തപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ നമുക്ക് മാറ്റി ഭഗവാന്റെ അനുഗ്രഹത്താൽ മാറ്റിത്തരികയും ഭഗവാനിൽ വിശ്വാസമാണ് എനിക്ക്. മറ്റേ മക്കള് 2 പേര്? മക്കള് 3 പേരാണ്. 2 മോളും 1 മോനുമാണ്. മോളുമാർ 2 പേരും വന്നിട്ടുണ്ടെന്ന്. മോളെന്താ പഠിക്കുകയാണോ? നഴ്സിംഗിന് പഠിക്കാം. എന്താ പേരെന്താണ്? അനഘ. അപ്പോൾ എന്താണ് ഈ ക്ഷേത്രത്തിൽ വന്ന് ഈ വേൽമുരുകസ്വാമിയുടെ അനുഗ്രഹത്തിൽ എന്താണ് ആ വിശ്വാസം, അതിൻ്റെ വിശ്വാസത്തിൽ കൂടി എന്താണ് സാധിച്ചത് എന്ന് പറഞ്ഞു നമുക്ക് എല്ലാവർക്കും. എൻ്റെ ഓർമ്മയുള്ള കാലം തൊട്ടേ ഞാൻ വരുന്നുണ്ട്. ഇവിടെ വീട്ടിലെല്ലാവർക്കും വിശ്വാസം. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് എനിക്ക് നല്ല അനുഭവങ്ങൾ അങ്ങനെ മോശപ്പെട്ട സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുകയാണെങ്കിലൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചാൽ തന്നെ നമ്മൾ കൂളാവും. ഇവിടെ വന്നു കഴിയുമ്പം എനിക്ക് നല്ല ആശ്വാസം തോന്നാറുണ്ട്. എന്തെങ്കിലും ഇപ്പോൾ എക്സാം ഒക്കെ ആണെങ്കിൽ ഞങ്ങൾക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ അമ്മ വിട്ടിട്ടാണേലും പറയിപ്പിക്കും. അപ്പം നമുക്ക് നമ്മൾ കുറേ ആശ്വാസം കൂളാവും. പിന്നെ നമുക്ക് നല്ല രീതിയിലെല്ലാം ചെയ്യാൻ പറ്റാറുണ്ട്. നല്ല അനുഭവമല്ലേ. ക്ഷേത്രത്തിലേക്ക് വന്ന് എന്താണ് ഭഗവാന്റെ അനുഗ്രഹത്തിൽ കാര്യങ്ങളൊന്ന് പറയാമോ? പിന്നെ ഞാനൊരു 35 വർഷം കൊണ്ട് വരുന്നു. 35 വർഷം കൊണ്ട് ഭഗവാന് സേവ കിട്ടിയ നാൾ മുതൽ വരുന്നുണ്ട് ഇവിടെ. അവിടെ വിഗ്രഹം പാർക്കാനും അതിനുള്ള എല്ലാ കാര്യത്തിനും പങ്കെടുത്ത് അന്ന് തൊട്ട് ഇവിടെ വരുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ഭഗവാൻ നടത്തി തരുന്നുണ്ട്. ഇനി ഞാനൊന്നുമില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു, ദാരിദ്ര്യത്തിൽ കഴിഞ്ഞതാണ്. പിന്നെ എന്നെ ഭഗവാന് എനിക്ക് കുഞ്ഞുങ്ങളെ 2 തന്നു. അവർക്ക് വിദ്യാഭ്യാസമായി, അവർക്ക് നല്ല ജോലിയായി, വീടായി, വാഹനമായി, സാമ്പത്തികമെല്ലാം തന്നു. എല്ലാം എനിക്ക് ഭഗവാൻ തന്നതാണ്. അതുകൊണ്ട് ഞാൻ അന്ന് തൊട്ട് ഇന്ന് വരെ ഭഗവാനെ വണങ്ങാൻ ആവുന്ന നാൾ വരെയും വന്നുകൊണ്ടേയിരിക്കും. അതെനിക്കൊരു വിശ്വാസമാണ്. ഭഗവാനിൽ എനിക്ക് 100% വിശ്വാസമാണ്. എന്നെ കൈവിടത്തില്ല. പിന്നെ ഇനി എന്താ അറിയണ്ടേ? എല്ലാം എനിക്ക് ഭഗവാൻ തന്നിട്ടുള്ളതാണ്. ഒന്നുമില്ലായ്മയിൽ നിന്നെല്ലാം തന്നു ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. അപ്പം പിന്നെ നമ്മൾ ഭഗവാനെ മറക്കാൻ പറ്റത്തില്ലല്ലോ. എനിക്ക് പറഞ്ഞ പോലെ മുരുകന് ഉള്ളു വിശ്വാസം. എന്നെ താങ്ങി നിർത്തുന്നത് ഭഗവാനാണ്. ഇന്നുവരെ എങ്ങും തള്ളിയിട്ടിട്ടില്ല. ഇനിയുള്ള കാലവും അങ്ങനെ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രസാദം കഴിച്ചു. അപ്പോഴത്തെ പൂജിച്ചു തന്നായിരുന്നു. ഞങ്ങൾ നല്ല വിശ്വാസം. നമുക്ക് ക്ഷേത്രത്തിലേക്ക് വന്ന ഭക്തരാണ്. നമുക്ക് അപ്പോൾ കാര്യങ്ങളൊന്ന് ചോദിച്ചറിയാം. ചേട്ടാ എന്താ പേരെന്താണ്? പേരെന്താണ്? സുമിത്ര. എവിടുന്നാ വരുന്നത്? മല്ലപ്പള്ളിയാണ്. അപ്പോൾ എത്രയാണോ ഈ ക്ഷേത്രത്തിലേക്ക് വരാൻ തുടങ്ങിയിട്ട്? ഞാൻ നേരത്തെ ഒരു 6-7 വർഷം മുമ്പ് വന്നു. ശരിയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ അടുത്ത് ഒരു 2 വർഷം അടുപ്പിച്ച് വരുന്നു. അപ്പൊ എന്തൊക്കെയാണ് ഇവിടെ വന്നിട്ടുള്ള അനുഭവങ്ങൾ? അത് ഞാനൊരാളെ അങ്ങോട്ട് ഓട്ടം വന്നു. അവരെ ഇങ്ങനെ പരിചയപ്പെടുത്തിയത്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ തന്നെ വന്നു. അപ്പൊ എനിക്കത് കഴിഞ്ഞിട്ട് ഒരു ഭയങ്കര വയറുവേദന വന്നു. അത് മാറുന്നില്ല. എല്ലാ ആശുപത്രിയിലും പോയി അവരെല്ലാം മരുന്നുകൾ തരുന്നതല്ലാതെ നമുക്ക് ഇതൊന്നും ഇല്ലായിരുന്നു. ഇവിടെ വന്ന് സ്വാമിയെ കണ്ട് കാര്യങ്ങളെല്ലാം എത്രയാണായി വരാൻ തുടങ്ങിയിട്ട് ക്ഷേത്രത്തില്? ഞാൻ ഇപ്പോൾ 23 വർഷമായിട്ട് വരുന്നത്. എന്താണ് ക്ഷേത്രത്തിൽ വന്ന് ഉള്ള അനുഭവങ്ങളൊക്കെ ഒന്ന് പറയാമോ? അല്ല, നമ്മൾ വന്ന 23 വർഷമായിട്ട് നമുക്ക് ഭഗവാന്റെ അനുഗ്രഹമുണ്ട്. എൻ്റെ കല്യാണത്തിന് വേണ്ടിയാണ് ഞാൻ ആദ്യം ഇവിടെ വരുന്നത്. കല്യാണം നടന്നില്ലായിരുന്നു. ഇവിടെ എൻ്റെ കല്യാണം നടന്നു. പിന്നെ ആർമിയിൽ സർവീസായിരുന്നു. അപ്പോൾ ആർമിയിലുള്ള എല്ലാ കാര്യങ്ങൾക്കും ടെസ്റ്റും കാര്യങ്ങളും 3 വർഷമല്ല ഇവിടുന്ന് ഭഗവാനെ ഇത് കിട്ടിയിട്ടുണ്ട്.
എത്ര നാളായി ഇവിടെ ക്ഷേത്രത്തിലേക്ക് വരാൻ തുടങ്ങി? കോവിൽ തുടങ്ങിയപ്പോൾ തൊട്ട് വരുന്നു. 37 വർഷമായി. ഇതുവരെ മുടങ്ങിയിട്ടില്ല. നല്ല നല്ല കാര്യങ്ങളും അനുഭവങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട്. ഇഷ്ടം പോലെ എല്ലാ കാര്യങ്ങളും ഇവിടെ നിന്നുണ്ടായിരുന്നു. ഇവിടെ എന്താണ് പ്രത്യേകത? ഭഗവാന്റെ അനുഗ്രഹമുണ്ട്. ഭഗവാന്റെ എല്ലാ കാര്യവും നമ്മൾ വിളിച്ചാൽ നമ്മുടെ വിളിപ്പുറത്തുണ്ട്. അത് ശരി ശരി. എനിക്കുണ്ട്. അത് ശരി ശരി. അതിൽ നിന്നുള്ള ഉയർച്ചയാണ് എനിക്കെല്ലാം. എല്ലാ കാര്യങ്ങളും കുഞ്ഞുങ്ങളായാലും കുഞ്ഞുങ്ങളുടെ കാര്യമായാലും എല്ലാ കാര്യങ്ങളും വീടായാലും സ്ഥലം എല്ലാ കാര്യങ്ങളും. താഴെ 2 സെന്റ് സ്ഥലം മേടിച്ച് അത് കഴിഞ്ഞ് ഇവിടുത്തെ കല്ലാണ് വിട്ടേക്കുന്നത്. അതിൻ്റെ അടിയിട്ട് ഭഗവാൻ എനിക്ക് ഭയങ്കര വിശ്വാസം. ഭഗവാനില്ലെങ്കിൽ എനിക്ക് ഭയങ്കര പാടാണ്. ഇപ്പോഴും വിളിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം. എനിക്ക് ഇപ്പോഴും വിളിക്കണം. ഒരു എന്ത് ഉള്ളിൽ ഉറക്കത്തിൽ അതേ ഉള്ളൂ. ഇതിൽ വിഷമം വന്നാണെ വിളിച്ചിങ്ങോട്ട് പറയും, സംസാരിക്കും. എനിക്ക് നല്ല നല്ല വിശ്വാസം, ഭയങ്കര വിശ്വാസം. ഈ ദണ്ഡന മാറ്റണമേ മണികണ്ഠൻ സോദരനെ കണി കണ്ടു വണങ്ങുന്നേ കാരുണ്യ പഞ്ചാമൃതം നീ കാരുണ്യ പഞ്ചാമൃതം. എത്ര നാളായി ക്ഷേത്രത്തിലേക്ക് വരാൻ തുടങ്ങി? ക്ഷേത്രത്തിൽ വരാൻ തുടങ്ങിയിട്ട് ആദ്യമൊന്നും എനിക്കധികം ഞാൻ അടുത്തായിട്ട് നേരത്തെ താമസിച്ചിട്ടില്ല. വിശ്വാസം പോലെ ഞാൻ ഇത്ര അവിശ്വാസിയായിരുന്നു. അത് ശരി. പിന്നെ ഇവിടെ വന്നേ പിന്നെ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നു. എന്തൊക്കെയാണ് പ്രത്യേകത ക്ഷേത്രത്തിൽ വന്നതിന് ശേഷമുള്ള കാര്യം? വന്നേ പിന്നെ എനിക്ക് മാറ്റങ്ങൾ ഉണ്ടായത്. അത് ശരി. ജീവിതത്തിൽ ഒരുപാട് മാറ്റം ഉണ്ട്. എന്തുകൊണ്ടായാലും ക്ഷേത്ര ദർശനം കഴിയുമ്പോൾ അതിൻ്റെ പ്രയാസങ്ങളൊക്കെ മാറും. ഉള്ളിന്റെ ഉള്ളിൽ നിറയുന്നീരാ മണികണ്ഠൻ